നാം കഴിക്കുന്ന ആഹാരത്തിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കണം. പക്ഷേ അതുമാത്രം പോരാ ആരോഗ്യ സംരക്ഷണത്തിന്. നമ്മൾ ഏത് ഓർഡറിലാണ് ആഹാരം കഴിക്കുന്നത് എന്നതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥപിള്ളി, സർജൻ, ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ്. ഡയറ്റിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പോഷകങ്ങളടങ്ങിയ ആഹാരമാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളാകട്ടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആണ് എന്ന് നമുക്കറിയാം. അതുകൂടാതെ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ സൂക്ഷ്മ പോഷകങ്ങളായ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ കെമിക്കൽസ്, ആൻറ്റി ഓക്സിഡൻസ്, നാരുകൾ തുടങ്ങിയവയും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ ഇത് മാത്രം മതിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് നമ്മൾ എത്ര പോഷകങ്ങൾ അടങ്ങിയ ആഹാരമാണ് കഴിക്കുന്നതെങ്കിലും അത് ഏത് ഓർഡറിൽ കഴിക്കുന്നു എന്നതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ നമ്മൾ ഏത് സീക്വൻസിൽ വേണം, അതായത് മീൽ സീക്വൻസ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഏത് ഓർഡറിലാണ് ഈ പോഷകങ്ങൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഓരോ സമയവും കഴിക്കേണ്ടത്, നമുക്കത് അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് മീൽ കഴിക്കുന്നു, വൈകിട്ട് നമ്മൾ ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ പ്രധാനമായിട്ടും 3 ആഹാര സമയമാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഓരോ പ്രാവശ്യവും നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ പോഷകങ്ങളുടെ സീക്വൻസ് മനസ്സിലാക്കണം. പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ആദ്യം കഴിക്കുക എന്നാണ് പോഷക വിദഗ്ധർ ഇപ്പോൾ നൽകുന്ന ഉപദേശം. അത് കഴിഞ്ഞ് നമുക്ക് പ്രോട്ടീനുള്ള ആഹാരം നമ്മൾ രണ്ടാമത് കഴിക്കുക. ഏറ്റവും അവസാനം വേണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ. പക്ഷേ നമ്മൾ ഇന്ന് സാധാരണ നമ്മുടെ സീക്വൻസ് അങ്ങനെയല്ല. നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ സാധാരണ ആദ്യം കഴിക്കാറുള്ളത്. പ്രോട്ടീൻ നമ്മളധികം ശ്രദ്ധിക്കാറില്ല. ചിലപ്പോൾ പ്രോട്ടീൻ കാണും, ചിലപ്പോൾ പ്രോട്ടീൻ കാണത്തില്ല. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ കഴിക്കുന്നത് ഏറ്റവും അവസാനമായിരിക്കാം. സാലഡ് ഉദാഹരണമായിട്ട് കഴിക്കുന്നത് അവസാനമായിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഓർഡർ മാറ്റി, അതിൻ്റെ സീക്വൻസ് മാറ്റി, നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള സീക്വൻസ് നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ ആദ്യം വെജിറ്റബിൾസ് കഴിക്കുക. ഈ വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെജിറ്റബിൾസിനകത്ത് നാരുകൾ ധാരാളമുണ്ട്, മറ്റു പോഷകങ്ങളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെജിറ്റബിൾസ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. ഫുൾനെസ് ഓഫ് ദി സ്റ്റൊമക്ക് വരും. അതായത് നമുക്ക് പെട്ടെന്ന് ആഹാരം കൂടുതൽ കഴിക്കാതിരിക്കാൻ അത് നമ്മളെ സഹായിക്കും. ഇങ്ങനെ അമിത ആഹാരം നമ്മൾ കഴിക്കാതിരിക്കുന്നത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അമിതവണ്ണമുള്ളവർ തീർച്ചയായിട്ടും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് വെജിറ്റബിൾസിനകത്തൊക്കെ നാരുകൾ കൂടുതലുണ്ട്. നാരുകൾ പതുക്കെ ദഹിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും പതുക്കെ ദഹിക്കുകയുള്ളൂ. കാർബോഹൈഡ്രേറ്റ് പതുക്കെ ദഹിക്കുന്നത് കൊണ്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയായിട്ട് ആഗിരണം ചെയ്യപ്പെടുന്നതും പതുക്കെയാണ്. അതായത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര സാവധാനം മാത്രമേ ഉയരുകയുള്ളൂ. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് അവരുടെ രക്തത്തിലെ പഞ്ചസാര പെട്ടെന്ന് കൂടുന്നത് അവർക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. അവരുടെ പാൻക്രിയാസ് കൂടുതൽ ആക്റ്റീവായിട്ട് അന്നേരം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നു. അതെല്ലാം പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ നിലവാരത്തെ ഒരേ ലെവലിൽ സ്റ്റഡിയായിട്ട് നിലനിർത്തുവാൻ ഈ നാരുകളുടെ സാന്നിധ്യം വളരെയധികം സഹായിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നാരുകൾ ഉള്ളതുകൊണ്ട് പിന്നെ മറ്റ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാതിരിക്കും, മറ്റു പല പ്രയോജനങ്ങളുമുണ്ട്. കോളൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പോലും ഈ നാരുകളുടെ സാന്നിധ്യം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യമായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ടത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ അടങ്ങിയതെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് നമ്മൾ കഴിക്കേണ്ടത്. സസ്യ ആഹാരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീനാണ് ഏറ്റവും നല്ലത്. ഉദാഹരണമായിട്ട് നമുക്ക് സോയാ പ്രൊഡക്ട്സ് ഏറ്റവും നല്ല പ്രോട്ടീനാണ്. ഓട്സിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട്, നമ്മുടെ ബീൻസിനകത്തുണ്ട്, മറ്റു പയറുവർഗ്ഗങ്ങളിനകത്തുണ്ട്, മഷ്റൂമിനകത്തുണ്ട്, എഗ്ഗ് വൈറ്റിനകത്ത് പ്രോട്ടീനുണ്ട്, അതുപോലെ തന്നെ ഫിഷിനകത്ത് പ്രോട്ടീനുണ്ട്. ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്.
പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അതായത് നല്ല കാർബോഹൈഡ്രേറ്റ് അല്ലെ ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്, അതായത് ബാഡ് കാർബോഹൈഡ്രേറ്റ്, ഉദാഹരണം സീഡ്സ് അല്ലെ പഞ്ചസാര ചേർത്ത പലഹാരങ്ങൾ, അതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യങ്ങൾ, അതായത് നമ്മുടെ തവിട് നീക്കിയ അരി, തവിട് നീക്കിയ ധാന്യങ്ങളുടെ പൊടികൾ തുടങ്ങിയവ നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം. അവയൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എന്നാണ്, അല്ലെങ്കിൽ അവയുടെ അളവ് നന്നേ കുറയ്ക്കണം എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗുഡ് കാർബോഹൈഡ്രേറ്റ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ ഏത് ഓർഡറിലാണ്, ഏത് സീക്വൻസിലാണ് നമ്മൾ ആഹാരം കഴിക്കേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ ആഹാരത്തോടൊപ്പം വെള്ളം കുടിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ ഒരു സീക്വൻസ് അല്ല. ഒന്നെങ്കിൽ നമ്മൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് 1-2 മണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. എത്ര തവണ ആഹാരം കഴിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും സാധാരണഗതിയിൽ 3 പ്രാവശ്യമാണ് ആഹാരം കഴിക്കാറുള്ളത്. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് നമ്മൾ 1 മണിക്കോ 2 മണിക്ക് മുമ്പ് നമ്മൾ ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുന്നു, വൈകിട്ടത്തെ ആഹാരം നമ്മൾ 7:30-8 മുമ്പ് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് പലരും 10-നും 11-നും 12 മണിക്കും ഒക്കെയാണ് വൈകിട്ടത്തെ ആഹാരം കഴിക്കുന്നത്. അത് നല്ലൊരു ആരോഗ്യ രീതിയല്ല. ഇത് 3 പ്രാവശ്യത്തെ ആഹാരം മാത്രം പോരാ, നമ്മൾ ഇടയ്ക്ക് സ്നാക്സും കഴിക്കണം. 11 മണിക്ക് നമ്മളൊരു ചെറിയ സ്നാക്സ് കഴിക്കുക, വൈകിട്ട് 4 മണിക്ക് നമ്മൾ അതുപോലെ തന്നെ സ്നാക്സ് കഴിക്കുക. ഈ സ്നാക്സ് കഴിക്കുമ്പോഴും നമ്മളത് ഹെൽത്തി സ്നാക്സ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണം സാലഡ്, നമുക്ക് കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് ഇങ്ങനെയുള്ള പല പച്ചക്കറികളും നമുക്ക് സാലഡായിട്ട് ഉപയോഗിക്കാം. ഈ സാലഡ് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാണ്, കാരണം അത് അൺകുക്ക്ഡ് ഫുഡാണ്. അതിൽ പോഷകങ്ങൾക്കൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ പച്ചക്കറികളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾക്ക് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സാലഡായിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സ്നാക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കതിനകത്ത് കാഷ്യൂ നട്ട്സ് ഉപയോഗിക്കാം, ബദാം പരിപ്പ് ഉപയോഗിക്കാം, വാൾനട്ട് ഉപയോഗിക്കാം, ഏതെങ്കിലും സീഡ്സ് ഉപയോഗിക്കാം, ഗോതമ്പ് കൊണ്ടുള്ള റസ്കോ തുടങ്ങിയവയും നമുക്ക് ഉപയോഗിക്കാം. 4 മണിക്ക് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ പ്രധാന ആഹാരത്തോടൊപ്പം നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കരുത്. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 150 ഗ്രാം പഴങ്ങളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. പച്ചക്കറികളുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 300 ഗ്രാം പച്ചക്കറികളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം. അത് പല പ്രാവശ്യത്തെ ആഹാരത്തോടൊപ്പം ഡിവൈഡ് ചെയ്ത് കഴിച്ചാലും മതി, ഒറ്റയടിക്ക് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ 4 മണിക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ 150 ഗ്രാം പഴങ്ങൾ നമ്മൾ കഴിച്ചിരിക്കണം. ആ പഴങ്ങൾ നമ്മൾ അധികം മധുരം കുറഞ്ഞ പഴങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ പഴങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതും ഫ്രഷായിട്ടുള്ളതുമായ അല്ലെങ്കിൽ പല കളറിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിനകത്തുനിന്ന് നമുക്ക് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈറ്റോ കെമിക്കൽ തുടങ്ങിയ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. അപ്പോൾ അങ്ങനെ 5 പ്രാവശ്യമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഉച്ചയ്ക്കത്തെ ആഹാരത്തിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, വൈകിട്ടത്തെ ആഹാരത്തിൽ പ്രധാനമായിട്ടും എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. രാവിലെ ആഹാരത്തിനകത്ത് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതായത് നമുക്ക് എഗ്ഗ് വൈറ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ നമുക്ക് സോയാ പ്രോഡക്ട്സ് എന്തെങ്കിലും ഉപയോഗിക്കാം. ഓട്സ് മീല് ഏറ്റവും നല്ല ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബ്രൗൺ ബ്രെഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ഇഡ്ഡലി, ദോശ, അതുപോലെ തന്നെ പുട്ട് തുടങ്ങിയ അപ്പം, ഇങ്ങനെ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്കറിയാം. അതിനകത്തൊക്കെ നമ്മൾ ചേർക്കുന്നത് വെളുത്ത അരിയുടെ പൊടിയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അത് തവിട് നീക്കിയ അരിയാണ് എന്നുള്ള ഒരു ദൂഷ്യം അതിനകത്തുണ്ട്. അത് റിഫൈൻഡ് ഗ്രെയിൻസ് ആണ്. അപ്പോൾ അതിനകത്തെ കാർബോഹൈഡ്രേറ്റ് അത്ര നല്ലതല്ല എന്ന് നമ്മൾ ഓർമ്മയിൽ ഇരിക്കണം. പക്ഷേ അത് കഴിക്കുന്നതിനോടൊപ്പം മറ്റ് പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കൂടി അതിനോടൊപ്പം മിക്സ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എഗ്ഗ് വൈറ്റ് കഴിക്കാം, ഓട്സ് കൊണ്ടുള്ള ഓട്സ് മീൽ കഴിക്കാം, അല്ല സോയാ പ്രോട്ടീൻ അടങ്ങിയ കഴിക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയതും വെജിറ്റബിൾസും നമുക്ക് കഴിക്കാം. പിന്നെ ഉച്ചക്കത്തെ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തവിടുള്ള അരിയുടെ ചോറ് മാത്രമേ കഴിക്കാവുള്ളൂ. റൈസ് നമുക്ക് മലയാളികളുടെ ഏറ്റവും ഇഷ്ടഭക്ഷണമാണ്. റൈസ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. പക്ഷേ റൈസ് നമുക്ക് കഴിക്കാം. പക്ഷേ അത് തവിടുള്ള അരിയുടെ ചോറ്, അതായത് തവിടുള്ള കുത്തിരിയുടെ ചോറ് മിതമായ അളവിൽ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾസ് കൊണ്ടുള്ള കറി ഉപയോഗിക്കാം, അല്ലെ മത്സ്യം കൊണ്ടുള്ള കറി ഉപയോഗിക്കാം, അല്ലെ ചിക്കൻ ഉപയോഗിക്കുന്നവർക്കാണ് ചിക്കൻ കറി ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള പലതും
നമുക്കതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വൈകിട്ടത്തെ ആഹാരം നമുക്ക് ഒന്നെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓട്സ് കലക്കി അതിനകത്ത് നമുക്ക് ഓട്സ് കൊണ്ടുള്ള ഒഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാടൻ ചക്കപ്പുഴുക്കുണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അത് കഴിക്കാം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ. പക്ഷേ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഗുഡ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഹെൽത്തി കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ 3 പ്രാവശ്യത്തെ പ്രധാന ആഹാരവും ഇടയ്ക്കത്തെ 2 ചെറിയ ആഹാരവുമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏത് ഓർഡറിൽ നമ്മൾ കഴിക്കണം, ഏത് സീക്വൻസിൽ നമ്മൾ കഴിക്കണം എന്നതിനെപ്പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.